വിഷയം നാട് കാണാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. ബാക്കിയെല്ലാം അങ്ങോട്ടായിരുന്നു. മോചനം സാധ്യമാക്കിയ ജനങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികൾക്കും സഹായിച്ച ജനങ്ങളുടെ ഒരു ഉത്തരവ് കൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും. ആദ്യത്തെ ഒരു ഗൾഫ് യാത്രയായിരുന്നു തോന്നുന്നു അല്ലേ? എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്? 24 വയസ്സ്. വീട്ടിലൊരു സാഹചര്യം കൊണ്ടായിരുന്നു അന്നേരം ഗൾഫിലേക്ക് പോകാൻ? ആ സമയത്ത് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോകാൻ. പോയി ഒരു മാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഡ്രൈവിംഗിലായിരുന്നോ ജോലി ഉണ്ടായിരുന്നത്? ഇപ്പം മോചനം കിട്ടി തിരിച്ചു വരുമ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പറയുന്നത്, ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. ഈ സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മൾ തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ അല്ലേ? പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷകൾ വിഷയം നാട് കാണാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. ബാക്കിയെല്ലാം അങ്ങോട്ടായിരുന്നു. മോചനം സാധ്യമാക്കിയ ജനങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികൾക്കും സഹായിച്ച ജനങ്ങളുടെ ഒരു ഉത്തരവ് കൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും. ആദ്യത്തെ ഒരു ഗൾഫ് യാത്രയായിരുന്നു തോന്നുന്നു അല്ലേ? എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത്? 24 വയസ്സ്. വീട്ടിലൊരു സാഹചര്യം കൊണ്ടായിരുന്നു അന്നേരം ഗൾഫിലേക്ക് പോകാൻ? ആ സമയത്ത് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോകാൻ. പോയി ഒരു മാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഡ്രൈവിംഗിലായിരുന്നോ ജോലി ഉണ്ടായിരുന്നത്? ഇപ്പം മോചനം കിട്ടി തിരിച്ചു വരുമ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പറയുന്നത്, ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. ഈ സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മൾ തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട